നമസ്കാരം, BCB ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്ന പരാതിയിൽ UDF വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ചെയർമാനും കോലഴി പഞ്ചായത്ത് പ്രസിഡന്റുമായ NA സാബുവിനെതിരെ കുടുംബത്തിന്റെ പ്രതിഷേധം. 27.5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടെന്ന ആരോപണവുമായി പരാതിക്കാരും കുടുംബവും കോലഴി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. സംഭവത്തിൽ രാജി ആവശ്യപ്പെട്ട് DYFIയും പ്രതിഷേധിച്ചു. ആറ്റത്ര മുട്ടിക്കൽ നിവാസികളുടെ പതിറ്റാണ്ടുകളായുള്ള യാത്രാ സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് വടക്കാഞ്ചേരി പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതിക്കായി 5.30 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഗതാഗത സൗകര്യത്തിനൊപ്പം കാർഷിക മേഖലയ്ക്കും കുടിവെള്ള സംഭരണത്തിനും വലിയ മുതൽക്കൂട്ടാകുന്ന പദ്ധതിയാണിതെന്ന് MLA പറഞ്ഞു. പെട്രോൾ ഉൽപ്പന്നങ്ങളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർദ്ധിച്ച സാഹചര്യത്തിൽ ഓട്ടോറിക്ഷകളുടെ മിനിമം ചാർജ് 40 രൂപയായി ഉയർത്തണമെന്ന് തൃശൂർ ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരിയിൽ നടന്ന ജില്ലാ വാർഷിക സമ്മേളനം ഓട്ടോറിക്ഷ ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളോടുള്ള സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും തെറ്റായ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സമ്മേളനം മുന്നറിയിപ്പ് നൽകി. വേലൂർ പഞ്ചായത്തിലെ കേര കർഷകർക്ക് കൈത്താങ്ങായി പുലിയന്നൂർ കോക്കനട്ട് ക്ലസ്റ്ററിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര കേര വികസന പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായുള്ള ഇടവിള വിതരണോദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. 64 ലക്ഷം രൂപയുടെ സഹായം ലഭ്യമാക്കുന്ന ഈ പദ്ധതിയിലൂടെ നാളികേര ഉൽപാദനത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് വേലൂർ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്.